ചോദിച്ചത്. പിന്നെ എനിക്ക് സമയം അറിയില്ലെന്ന് ഇവിടെ ബോർഡ് എഴുതി വെച്ചേക്കണം. എന്റെ ദൈവമേ, ഇതിനൊന്നും കൊണ്ടൊരു സമാധാനം ഇല്ലില്ല. ആട്ടെ, നീ പോയ കാര്യം എന്തായി? എന്റെ പൊന്നാശാനെ ആ കോട്ടേഷനും പോയി. എങ്ങനെ? ഞാൻ അഡ്വാൻസ് പഠിക്കാൻ കണ്ട കാഴ്ച എന്താണെന്നറിയാം? തല്ലാൻ ഏൽപ്പിച്ചാലും തല്ലു കൊള്ളുന്നതാണ് നിങ്ങളെ ബാലിന്ന് കെട്ടിപ്പിടിച്ചിറങ്ങി വന്നി. ഞാൻ അഡ്വാൻസ് ചോദിച്ചെങ്കിൽ എന്റെ ഗതിയൊന്നും ആലോചിച്ച് നോക്കിയേ. അവന്മാർ രണ്ടും കൂടി എന്നെ പഞ്ഞി കിട്ടേ. എന്റെ ദൈവം, അപ്പൊ ഈ ആഴ്ചയിലും പട്ടിണി ആയില്ലേ? ഇനിയിപ്പോ എന്ത് ചെയ്യും? ഒരു വഴിയല്ല, നമുക്ക് രണ്ടുപേരും കൂടി വല്ല സന്യാസത്തിനും പോകാം. അതാകുമ്പോ പണിയും ചെയ്യണ്ട, കരക്കാരുടെ തല്ലും കൊള്ളണ്ട, ഭക്തന്മാര് ചിലവ് സുഖമായിട്ട് ജീവിക്കാം. സന്യാസത്തിന്റെ കാര്യം ഇവിടെ മിണ്ടി പോരുത്. അതെന്താ? എടാ, 2 വർഷം മുമ്പ് ഞാൻ സന്യസിക്കാൻ പോയ കഥ നിനക്ക് അറിയാമോ? ഇല്ല. അന്ന് അതാണ് കഥ. എടാ, ഏമ്പക്കം വിടാനല്ല പറഞ്ഞത്, ഇത് മന്ത്രമാണ്. പറഞ്ഞു മനസ്സിലായ? അപ്പൊ എല്ലാരും വന്നിട്ടുണ്ടല്ലോ. നമ്മുടെ കുക്കുടാനൊന്നും വന്നിട്ടില്ല. എടാ, കുക്കുടാനത്തിന് ഞാൻ ഒരു ഇല്ലന്റ് മേടിക്കാൻ പറഞ്ഞു വിട്ടേക്കായിരുന്നു. മനസ്സിലായോ? ഞാൻ അറിയാൻ പാടില്ലായിട്ട് ചോദിക്കാം. നമ്മൾ 2 മണിക്കൂറായില്ലേ ഈ തപസ്സിരിക്കണത്? ഞാൻ 4 മണിക്കൂർ ഇവിടെ വെച്ചെന്നിരിക്കണം. അതാരും ചോദിക്കാനല്ല. നമ്മളിങ്ങനെ തപസ്സിരുന്നാലേ ഈ മേനകൊന്ന് തപസ്സിളക്കും. മേനക വന്ന് തപസ്സിളക്കിയല്ല, പോലീസുകാർ വന്ന് അണപ്പല്ലടിച്ചിളക്കും. എടാ, കഴിഞ്ഞ ആഴ്ച നമ്മള് പാണവള്ളി തപസ് ചെയ്തിരുന്നപ്പോഴേ പോലീസുകാർ നമ്മൾ കള്ളന്മാരാന്ന് കരുതി ഇവന്റെ 2 കാലം അടിച്ചോടിച്ച് ഓർക്കണേണ്ട. അതുകൊണ്ട് മിണ്ടാതൊരു തപസ് ചെയ്തു. എവിടെന്നാണ് പിച്ചോട്ടോൺ വന്നത്? കുക്കുടാരെന്തിനാണല്ല? കുക്കുടാരെന്താ ഇല്ലന്റ് വാങ്ങിയോ? വാങ്ങി. സന്തോഷമായി. എവിടെ ഇല്ലന്റ്? അത് ഞാൻ അപ്പൊ തന്നെ പോസ്റ്റ് ചെയ്തു. പോസ്റ്റ് ചെയ്തെന്നാ? എന്തിന്? അത് എനിക്കറിയാം. ഞാനിവിടെ ഇല്ലന്റുമായിട്ട് വരുമ്പോ ഗുരു എന്നെ തന്നെ പോസ്റ്റ് ചെയ്യാൻ വിടുമെന്ന്. 2 പോക്ക് ഒഴിവാക്കാല്ലെന്ന് കരുതി ഞാൻ ഇല്ലന്റ് വാങ്ങിയപ്പോ തന്നെ പോസ്റ്റ് ചെയ്തു. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? നല്ല ബുദ്ധിയാണ്. എടാ മെനകെട്ടവനെ, നീ എന്നെ കൊല കൊടുക്കാൻ കൂടിയാക്കണതാണ്. എന്താണ്? എന്തായാലും ഇന്നത്തെ ദിവസം പൊളിഞ്ഞു. അപ്പൊ ഇനി ഞായറാഴ്ച പാണ്ടി വന്ന് നമ്മളെ പൊക്കണതിന് മുമ്പ് നമുക്ക് ഇവിടുന്ന് എക്സ്പെക്ട് ആവാം. അത് ശരിയാണ്. ശിഷ്യന്മാരെ എക്സ്പെക്ട്. ശിഷ്യന്മാരെ, അങ്ങനെ നമ്മൾ ദ്വാരകയിലെത്തി. സുരേന്ദ്രന്റെ കല്ലുവെട്ടാൻ മടയിൽ വന്നിട്ടാണ് ദ്വാരക. ദ്വാരകയായിരുന്നു. ശിഷ്യന്മാരെ, അപ്പൊ ഞാൻ ഇന്ന് നിങ്ങളെ ഒരു പാഠം പഠിപ്പിക്കും. എന്തിനാ കരയണത്? ഗുരുവിന്റെ കൂടെ ഞങ്ങൾ ഇത്രയും നാൾ നീട്ട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. തെറ്റ് ചെയ്തിട്ടുണ്ട് ഗുരു, ഞങ്ങളോട് ക്ഷമിക്കണം. ദേവി, ഇത് പാഠം പഠിപ്പിക്കരുത് ഗുരു, പാഠം പഠിപ്പിക്കരുത്. ഞങ്ങളെ പാഠം പഠിപ്പിക്കരുത് ഗുരു. ഞാൻ പറഞ്ഞ സമാധാനത്തിൽ കേക്ക്. അതായത് എന്നതാടാ? എന്താണെന്ന് ഞങ്ങള് ഗുരു പറഞ്ഞതെല്ലാം അനുസരിച്ചിട്ടില്ലേ? പിന്നെ ഞങ്ങളെ എന്തിനാണ് പാഠം പഠിപ്പിക്കണത്? ഞാൻ പറഞ്ഞത് കേക്ക്. നീ വേണ്ട. എടാ, ഞാൻ പറഞ്ഞത് കേക്ക്. എന്റെ ചക്കര ഇല്ലടാ, എന്റെ കുട്ടൂസ് ഇല്ലടാ. സമാധാനത്തിൽ കേക്ക്. സമാധാനപ്പെടും. അതായത് എന്തിനാണ് നീ കരയണത്? ഞങ്ങൾ ഇതേവരെ ഒരു തെറ്റും ഗുരുവിനോട് ചെയ്തിട്ടില്ല. ദേവി, ഞങ്ങളെ പാഠം പഠിപ്പിക്കരുത് ഗുരു. അതല്ലടാ, സായിപ്പ് ശിക്ഷ. ഞാൻ പറഞ്ഞൊന്ന് കേക്ക്. അതല്ല ഞാൻ പറഞ്ഞത്, സമാധാനത്തിൽ കേക്ക്. അതായത് പഠിപ്പിക്കരുത് ഗുരു, പാഠം പഠിപ്പിക്കരുത് ഗുരു. എടാ, ഞാൻ പറഞ്ഞൊന്ന് കേക്ക്. എടാ, ഒന്ന് സമാധാനപ്പെടും. സമാധാനപ്പെടും. അതായത് കഴിഞ്ഞ ഇതിനൊക്കെ ഇത്ര മരുന്നുള്ളൂ. എടാ, ഞാൻ പറഞ്ഞ പാഠം എന്ന് പറഞ്ഞിട്ടില്ല, ഗുണപാഠം. അതായത് വിദ്യാഭ്യാസം. അതായിരുന്നല്ലേ? അപ്പ ആദ്യമായി നമുക്ക് കണക്ക് പഠിക്കാം. ശിക്ഷ വെടക്കാൻ എന്താ അപ്പൻ? എന്തിനാണ് എന്നെ എപ്പോഴും അപ്പന് വിളിക്കണത്? എന്റെ പേര് കർക്കിടാനന്ദനല്ലേ? ഞാൻ മറന്നുകൂടെ എപ്പോഴും. അതൊക്കെ പോട്ടെ, കർക്കിടാനന്ദ. അപ്പൊ നിന്നോട് തന്നെ ആദ്യത്തെ കണക്ക് ചോദിക്കാം. ചോദിച്ചോ. എന്റെ കയ്യിൽ 4 മാമ്പഴമുണ്ട്. എപ്പോ നോക്കിയാലും മാമ്പഴം. കേട്ട് ബാക്കിയുള്ളതിന് ബോറടിച്ചിട്ടും പാടില്ല. ഇതെന്നതാണ് മാമ്പഴം? ഈ മാമ്പഴത്തിന്റെ കണക്കല്ലാതെ ഗുരുവിന് വേറെ കണക്കൊന്നുമില്ല. വെറൈറ്റി കണക്കൊക്കെ എടുത്തിട്ടെ. മാമ്പഴം ബോറാണ്. മായിച്ചു കളഞ്ഞു. മാമ്പഴം വേണ്ട. നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ട ഒരു കണക്ക് ഞാൻ പറയാം. അതായത് നിന്റെ പേരെന്താന്നാ പറഞ്ഞത്? എപ്പോഴും എന്തിനാണ് ഗുരു എന്റെ പേര് ചോദിക്കണത്? എപ്പോഴും തന്തക്കുളിയെ കണ്ടല്ലോ എന്നോർത്ത് ചോദിച്ചതാ. കർക്കിടാനന്ദൻ. അപ്പൊ കർക്കിടാനന്ദന്റെ കയ്യിൽ ഞാൻ 4 OPR ഫുൾ അങ്ങോട്ട് തരുന്നു. ഇനിയാണ് കണക്ക് വരാൻ പോണത്. ഈ 4 ഫുള്ളിൽ നിന്ന് ഒരെണ്ണം നീ കുക്കുടാനന്ദന് കൊടുക്കുന്നത്.
പിന്നെ ഒരെണ്ണം നീ തുർക്കുടാനന്ദന് കൊടുക്കണം. പിന്നെ ഒരെണ്ണം നീ തരികിടാനന്ദന് കൊടുക്കണം. ബാക്കി നിന്റെ കയ്യിൽ എത്ര ഫുള്ളുണ്ട്? 4 ഫുള്ള്. 4 ഫുള്ളാ? ആ. എടാ നീ ഒരെണ്ണം ഇവന് കൊടുത്താ, ഒരെണ്ണം ഇവന് കൊടുത്താ, ഒരെണ്ണം ഇവന് കൊടുത്ത്, ബാക്കി നിന്റെ കയ്യിൽ ഒന്നല്ലേ ഉണ്ടാവുള്ളൂ. 4 ഫുള്ളുണ്ടാവുന്നു. ആ ഇങ്ങനെ പോയ നീ പരീക്ഷക്ക് മുട്ടപ്പൂജിയെ മേടിക്കോളൂ. മുട്ടപ്പൂജ്യം കിട്ടിക്കോട്ടെ. എന്നാലും ഞാൻ എന്റെ കയ്യിരിക്കണ ഫുള്ള് വിട്ടു കൊടുത്തിട്ട് കളിയൊന്നുമില്ല. മുട്ടപ്പൂച്ച ഞാൻ മേടിച്ചോളാം. ഉവ്വ. അപ്പൊ കണക്ക് അവിടെ നിൽക്കട്ടെ. ശിഷ്യന്മാരെ, ഗുരുക്കളെ, നിങ്ങൾക്ക് ഭാവിയിൽ എന്തായി തീരാനാണ് ആഗ്രഹം? ജീവിക്കാൻ பால மீனுக்க விலங்கு மீனுக்க கல்யாணம் அந்த தென்னா குனி கூட்டமெல்லாம் ஊர்வலம் அந்த நடுக்கடலில் நடக்குதையா திருமணம் அங்கு அசர பொடி ஆளுக்கெல்லாம் கும்மாளம். ശിഷ്യന്മാരെ, അങ്ങനെ നമ്മൾ ഹരിദ്വാറിലെത്തി. പിന്നെ ഹരിച്ചേട്ടന്റെ റബ്ബറും തോട്ടത്തിൽ വന്നിട്ടാണ് ഹരിദ്വാറിലെത്തി. ഇത് ഹരിദ്വാറൊന്നുമല്ല, ഇത് റബ്ബറും തോട്ടമാണ്. ശിഷ്യന്മാരെ, പണ്ട് ഇത് ഹരിദ്വാർ ആയിരുന്നു. പിന്നെ എന്ത് കാര്യമായി പോയി? അതായത് ഘോര വനം, കള്ളന്മാരും പിടിച്ചുപറിക്കാരും കൊലപാതകികളും ദുഷ്ടന്മാരും ഒക്കെ ഉള്ള ഒരു കാട്. ഇപ്പൊ അതൊക്കെ മാറാൻ പോവാണ്. ഇതൊക്കെ വെട്ടി നിർത്തിയിട്ട് മെഡിക്കൽ കോളേജ് വരാൻ പോവല്ലേ? എന്റെ ഗുരുവേ, എന്ത് മാറ്റം വരാൻ പോണെന്ന് ഈ പറയണത്? ഈ മെഡിക്കൽ കോളേജ് വന്നാൽ തന്നെ അവിടെ കൊള്ളയും കൊലപാതകവും പിടിച്ചുപറി ഇതൊക്കെ തന്നെയല്ലേ നടക്കാൻ പോണത്? ആ, ഒരു കണക്കിന് അത് ശരിയാണ്. അല്ലെ നമ്മൾ തോല്ലം പറയേണ്ട കാര്യമുണ്ടാ? ആ, ഇനി നമുക്ക് പ്രകൃതിയെ കുറിച്ച് പഠിക്കാം. നിങ്ങൾ സൂര്യനെ നോക്കൂ. എന്ത് കാണുന്നു? സൂര്യനെ കാണുന്നു. എടാ, അതല്ല പറഞ്ഞത്. സൂര്യൻ നമുക്ക് വെട്ടവും വെളിച്ചവും തരുന്നു. അങ്ങനെയെങ്കിൽ ചന്ദ്രൻ നമുക്ക് എന്ത് തരുന്നു? ലെറ്റർ തരുന്നു. നീ ഏത് യന്ത്രന്റെ കാര്യവും പറഞ്ഞത്? ഞങ്ങളുടെ പോസ്റ്റ്മാൻ ചന്ദ്രൻ. എടാ, ഈ പിഞ്ഞാണി മുറം പറയണ കേട്ടടാ. അവൻ പറഞ്ഞാൽ എന്താ തെറ്റി? ഈ ചന്ദ്രൻ